വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നിട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കുന്നു. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം. നാറി. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ പേര് സുനിത ദേവദാസ്. അതിഗംഭീരമായിട്ട് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളൊക്കെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു സ്ത്രീയാണ്. പലപ്പോഴും നമ്മുടെ ചാനലുകളിലൊക്കെ ഒരു ചർച്ചയ്ക്കൊക്കെ ആയിട്ട് ഇവർ പലപ്പോഴും വരാറുണ്ട്. താമസിക്കുന്ന നമ്മുടെ നാട്ടിലല്ല, ഇന്ത്യക്കാരാണ്, മലയാളിയാണ്. ശരി, ഇപ്പോൾ അവർ ഈ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ഗംഭീര ഇൻഫ്ലുവൻസർ എന്നൊക്കെ അറിയപ്പെടുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ചെങ്ങാതിനെയാണ്. ഗംഭീരമായിട്ട് കൊല വിളിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു മനുഷ്യന്റെ കോണ്ടന്റുകളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് രാഷ്ട്രീയ വിഷയങ്ങളാണ്, രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളാണ്, മതപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത് രാഷ്ട്രീയ വിഷയങ്ങളാണ്. രാഷ്ട്രീയ സാമൂഹ്യ മതപരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരിക്കലും വ്യക്തിപരമായിട്ട് ആരെയും കടന്ന് ആക്രമിക്കാറില്ല. അതുപോലെ രാഷ്ട്രീയ ചെറികേടുകളെ കുറിച്ചിട്ട് ഞാൻ നിരന്തരം സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പേരിൽ പലപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സീക്രട്ട് ഏജന്റിനെ പോലുള്ള ആളുകളുടെയൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ, പക്ഷെ അത്തരം വീഡിയോസിലൊക്കെ അപാരമായിട്ടുള്ള റീച്ച് ഉണ്ടല്ലോ, ആളുകൾ കാണുന്നുണ്ടല്ലോ. ഇതെന്തൊരു വലിയ സംഭവമാണ്, എന്തൊരു സാമൂഹ്യ വിഷയമാണ് എന്ന രീതിയിലൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നിപ്പോയി. ഈ അടുത്ത് പോലും എനിക്ക് അങ്ങനെ അത്ഭുതപ്പെടുത്തിയ, ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ എന്ന് പറയുന്നത്, ഒരു NRD എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സോഷ്യൽ മീഡിയയിൽ തമാശ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ആ ഒരു മനുഷ്യന്റെ ഭാര്യ എങ്ങാണ്ട് ഒളിച്ചോടിപ്പോയി. അവന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയത് അവരുടെ പേഴ്സണലായിട്ട് വിഷയമാണ്, അവരുടെ ഫാമിലി വിഷയമാണ്, ഹൈലി അവന്റെ ഫാമിലി പേഴ്സണൽ വിഷയമാണ്. അതിൽ നമുക്ക് എന്ത് കാര്യം? അവന്റെ ജീവിതം ഒരു കഥയാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യമില്ല. അതൊരു സാമൂഹ്യ വിഷയമേ അല്ല. അത് അവനും അവന്റെ ഭാര്യയും അവന്റെ വീട്ടുകാരും മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഇനിയിപ്പോൾ അവന്റെ വീട്ടുകാർ പോലും ഇല്ല, അവനും അവന്റെ മനസ്സും അവന്റെ ജീവിതവും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഒരു സാമൂഹ്യ വിഷയമായിട്ട് മാറുന്നത്? ഏറ്റവും രസകരമായിട്ട്, ഇനി എന്തുകൊണ്ട് സുനിത ദേവദാസ് സീക്രട്ട് ഏജന്റിനെ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. സുനിത ദേവദാസ് സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഇതേപോലെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ സാമൂഹ്യ വിഷയങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് ഈ സീക്രട്ട് ഏജന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരാൾ ഒളിച്ചോടുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ഫാമിലിത്തെ ഒരു വിഷയം, അതെങ്ങനെയാണ് ഒരു സാമൂഹ്യ വിഷയമായിട്ട് മാറുന്നത് എന്നാണ് സുനിത ദേവദാസ് ചോദിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ആരെങ്കിലും ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വിളിക്കുക, ബന്ധം സ്ഥാപിക്കുക, ആ വോയിസ് റെക്കോർഡ് മുഴുവൻ ലീക്കാക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുക എന്ന പറഞ്ഞ പരിപാടി, ഇതെങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തനമാകുന്നത് എന്നാണ് സുനിത ദേവദാസ് ചോദിക്കുന്നത്. ഇറങ്ങിപ്പോടാൻ നടക്കം പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ഈ സുനിത ദേവദാസ്. എന്തായാലും ഇതൊന്ന് കേൾക്കേണ്ട വീഡിയോ ആണ്. ഒരു അരമണിക്കൂർ നിൽക്കുന്ന സംഗതി ഒന്നുമല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോ മറ്റൊരു മനുഷ്യമൃഗത്തിനെ ഞാൻ കണ്ടു. പേര് സീക്രട്ട് ഏജന്റ്. വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. ഇന്നലെ കണ്ട വീഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് പേര്, പക്ഷേ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചോടുക. അഖിൽ NRD, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മനുഷ്യനാണ് അഖിൽ NRD. അവന്റെ ഭാര്യ ആരോപ്പയോ ഒളിച്ചോടിപ്പോയി. ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ കുറെ ആളുകൾ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഇതൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ഒരു വിഷയമാണോ? ഇത് അഖിലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫല്ലേ? അവന് ഭാര്യ ഉണ്ടായിരുന്നു, ആയിക്കോട്ടെ. അവൻ കല്യാണം കഴിച്ചിരുന്നു, ആയിക്കോട്ടെ. ആ ഭാര്യ ഒളിച്ചോടി പോയിക്കുന്നു, ആയിക്കോട്ടെ. ആ ഒളിച്ചോടി പോയ ആള് വേറെ ജീവിതം നയിക്കുന്നുണ്ടാവും, ഇവൻ വേറെ ജീവിതം നയിക്കും. അവൻ തന്നെ ഈ അടുത്ത് പിന്നീട് പറഞ്ഞെന്ന് കേട്ടു, അവളാരും കുറ്റം പറയണ്ട, അവളുടെ ജീവിതം, എനിക്ക് എൻ്റെ ജീവിതം, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇവന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വിളിക്കുന്നു അത്രേ നമ്മുടെ ഈ പറയുന്ന ഈ സീക്രട്ട് ഏജന്റ്. അത് വിളിച്ചിട്ട് അവന്റെ എന്നുള്ള എല്ലാ വോയിസ് റെക്കോർഡുകളൊക്കെ എടുക്കുന്നു. അതുമല്ലാതെ അവൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് പറയുന്നു. ഒരു സുഹൃത്താണെങ്കിൽ ഒരു സുഹൃത്തിന് ഒരു തട്ടുകേട് സംഭവിക്കുമ്പോൾ, ഒരു സുഹൃത്തിന് ഇത്തരത്തിൽ ലൈഫിൽ ഒരു വലിയ മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ അവൻ്റെ ഒപ്പം നിൽക്കുക എന്നതിനേക്കാൾ അപ്പുറം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കഥ എടുത്തിട്ട് വിളമ്പി അതിൽ നിന്ന് എന്താ പറയുക റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന പരിപാടി, അതൊരു നാറിത്തരം പരിപാടിയല്ല എന്നാണ് എനിക്കും തോന്നിപ്പോയത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ഒരു മിസ്റ്റർ സന്ദീപ് എടപ്പ എന്ന് പറയും. അദ്ദേഹത്തിന് ഒരു തട്ടുകേട് സംഭവിച്ചു, ഒരു മോശമായിട്ട് സംഭവം സംഭവിച്ചു വിചാരിക്കുക.
ഞാൻ അതെടുത്തിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ്. എന്നാൽ ആ മോശപ്പെട്ട പരിപാടിയാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുനിത ദേവദാസ് പറയുന്നത്. ഹൃദയമുള്ള ഒരാളും ചെയ്യാത്ത ഒരു തരം ഒരു വീഡിയോ ആണ്. ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഭാര്യ വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയി. രാത്രി ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV വിഷ്വലുകൾ പുറത്തു വന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അതിനൊപ്പം മറ്റൊരാളുടെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ ഒരു കാര്യമാണല്ലോ ഇത്. അതിനാൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വിചാരിക്കുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ വരികയാണ്. ഇവൻ എന്റെ അടുത്ത സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് ഇവരെ അടുത്തറിയാം. ഇവരുടെ എല്ലാ കഥകളും അറിയാം. കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞപ്പോ ഞാൻ അവനെ വിളിച്ചു, വിവരങ്ങൾ ചോദിച്ചു. നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. അവന്റെ ഭാര്യ ഒളിച്ചോടി പോയി എന്നവൻ എന്നോട് സമ്മതിച്ചു. എങ്ങനെയുണ്ട്? ഇതാണ് അദ്ദേഹത്തിന്റെ വീഡിയോ. ആ വീഡിയോക്ക് ചെറിയ ഭാഗം കൂടി സുനിത ഇടുന്നുണ്ട്. എന്റെ ജോലി വീഡിയോ ചെയ്യലാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്ന അക്കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വീഡിയോ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഈ ടോപ്പിക് കുറച്ച് ടഫാണെന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ടഫാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സുനിത ദേവദാസിനെ ഞാൻ സമ്മതിച്ചു. ശരിയാണല്ലോ. എങ്ങനെയാണ് ഒരാളുടെ ഒരു ഒളിച്ചോട്ട വീഡിയോ ഒരു ടഫായി മാറുന്നത്? ഒരു ടോപ്പിക്ക് ടഫാവുന്നത് ഇപ്പോൾ നോക്കൂ. നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം റിപ്പോർട്ടർ ചാനലുമായിട്ടൊരു ഗംഭീര തല്ലിലാണ് അല്ലേ? ആ തല്ലെന്തുവാണ്? റിപ്പോർട്ടർ ചാനൽ ഇദ്ദേഹത്തിന് ചില യാഥാർത്ഥ്യ കാര്യങ്ങളൊക്കെ പറയുന്നു അത്രേ. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രവുമായിട്ട് ഇടപെട്ടിട്ട് ആ ഒരു വീഡിയോസുകളും വാർത്തകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടഫായിട്ടുള്ള വിഷയമാണ്. അതൊരു രാഷ്ട്രീയ വിഷയമാണ് അല്ലയോ? വലിയ പ്രശ്നമാകാൻ സാധ്യതയുള്ള വിഷയമാണ്. എന്താണോ മോഡി ചെയ്യുന്നത്, വാർത്താ മാധ്യമം നിയന്ത്രിക്കുന്നത്, അതേ പരിപാടിയാണ് നമ്മുടെ VD സതീശൻ മേനോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒരേ പാതയിലാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ടൊക്കെ വിമർശിക്കാം. ഇതിന് വേണമെങ്കിൽ ടഫ് വിഷയം നമുക്ക് പറയാം. ഒരു ഒളിച്ചോട്ട വീഡിയോ എങ്ങനെയാണ് ടഫാവുന്നത്? എന്തായാലും കാണും. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോ വേണേൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അഖിലിന്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. ഇത്രയും നല്ലൊരു സുഹൃത്തിനും ട്രാവലറിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതായത് ഏറ്റവും രസം, അത്രയും ഗംഭീര സുഹൃത്താന്ന് പറയുന്നത്. അങ്ങനത്തെ സുഹൃത്താച്ച മിണ്ടാതിരിക്കണ്ടേ? അവനൊരു സമാധാനം കൊടുക്കുന്നതിലൊക്കെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കല്ലോ വേണ്ടത്. അയ്യേ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ വീഡിയോ അയ്യോ ഇതല്ല. ഇനി സുനിത ദേവസ് പറയുന്നത് ഇതൊരു വിഷയത്തിൽ മാത്രമല്ല എന്നുള്ളതാണ്. ഇദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വീഡിയോസുകൾ സീക്രട്ട് ഏജന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സുനിത ദേവദാസ് പറയുന്നത്. കേട്ടോക്കി. അതിനു മുമ്പും ഈ പിശാച് വേറെ മനുഷ്യരുടെ രക്തം ഇതുപോലെ ഊറ്റി കുടിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്ന ആദ്യ വിഷയം മല്ലു ട്രാവലറുടേതാണ്. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളിപ്പറയും. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലർ. കേട്ടോക്കെ എന്തൊരു ഇതായിട്ട് അവര് പറയുന്ന നോക്കി. ഞാൻ അത് അന്തം വിട്ടു പോയത്. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കൂ വഴി പുള്ളി എന്തോ വലിയ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയെന്നോ? മനുഷ്യരുടെ വ്യക്തിപരമായ തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നാണോ ഇവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? സോഷ്യൽ ഇഷ്യൂ ആണ് ഇവനൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. എന്ത് സോഷ്യൽ ഇഷ്യൂ? ഇത് ഓരോ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇതിൽ മറ്റു മനുഷ്യർക്ക് എന്ത് കാര്യമാണുള്ളത്? അതേ ബിഗ് ബോസിൽ ജാസ്മിന് അതല്ലേ എത്ര കൃത്യമായിട്ടാണ് സുനിത ദേവദാസ് പറഞ്ഞത്. ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട് ഇനി സീക്രട്ട് ഏജന്റ് എന്ത് തോന്നുമോ എന്ന് എനിക്കറിയാം. വലിയ പിടുത്തൊന്നുമില്ല. ഇനി ഇവരുടെ വർത്തമാനം കേട്ടിട്ട് എന്തെങ്കിലും മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു പക്ക കോൺഗ്രസ്സുകാരനാണേ, കുഴപ്പമില്ല, കോൺഗ്രസ്സുകാരൻ തന്നെ ആവണം.
അദ്ദേഹം പറയും കൂടി ചെയ്തു, ഞാൻ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് പിണറായി വിജയനെ വിമർശിച്ച് അത്രയൊന്നും ഞാൻ ഒരിക്കലും ആരെ വിമർശിക്കില്ല, VD സതീശൻ മേനോനെ വിമർശിക്കില്ല എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുത്തുള്ള ഒരാൾ കൂടിയാണ്. ആയിക്കോട്ടെ. സീസണിൽ ബിഗ് ബോസിനകത്ത് പോയി അവിടെ ചെന്ന ഉടൻ ഇവൻ കാല് മാറി ജാസ്മിൻ ജാഫറിന് ഏഷണയും നുണയും പറഞ്ഞു കൊടുത്ത് ഷോ തന്നെ അട്ടിമറിച്ചു. ജാസ്മിന്റെ മാനസിക നില തകരാറിലാക്കി. അർദ്ധസത്യങ്ങൾ പറഞ്ഞു. വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ ഇൻഫ്ലുവൻസർ എന്ന ഓമന പേരൊന്നിട്ട് വിളിച്ച് മഹത്വവൽക്കരിക്കുന്നത്. നിനക്ക് നിർബന്ധമാണ് ഇതിനൊരു പേര് വേണമെങ്കിൽ ഏഷണി, നുണ, പരദൂഷണം, അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റിലെ ചിത്രം വരയ്ക്കൽ, കുളിമുറിയിൽ ക്യാമറ വെക്കൽ എന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ചോരയൂറ്റുന്ന രക്തരക്ഷസ് എന്നൊക്കെ പേരിട്ട് വിളിക്കണം നാറി. എന്തായാലും ഇതാണ് നമ്മുടെ സുനിത ദേവദാസ് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ഒരു 8.5 മിനിറ്റോളം ഉള്ള വീഡിയോ ഉണ്ട്. ഗംഭീര വീഡിയോ ആണ്, നമ്പർ 1 വീഡിയോ ആണ്. ചില ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ കമൻ്റ് അടിക്കുന്നത് കുറേ കാലമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് സുനിത ദേവദാസ് പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അത് സുനിത ദേവദാസിന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യേണ്ടത്, എന്താണ് സാമൂഹ്യ പ്രവർത്തനം, അത് മറ്റുള്ളവൻ്റെ അടുക്കളയിലേക്കും കുളിമുറിയിലേക്കും ക്യാമറ വയ്ക്കലാണോ, അതോ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് മുന്നേറലാണോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണക്കാക്കേണ്ടത്. നിങ്ങളൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. ബൈ.